നമ്മൾ പ്രധാനമായും ചിന്തിച്ചുകൊണ്ടിരുന്നത് ക്രൂശിന്റെ വചനം എന്ന വിഷയത്തെ കുറിച്ചാണല്ലോ. അതിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് ഇറങ്ങി നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത് എന്താണ്? ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു എന്ന് നമ്മൾ വായിച്ചു. അപ്പൊ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് എന്താണ്? അത് പോഷത്വമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിനെ കുറിച്ച് ചിന്തിച്ചു. അതുപോലെ തന്നെ ദൈവം ജ്ഞാനികളുടെ ഞാൻ നശിപ്പിക്കുമെന്ന് ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യുന്നു എന്ന് അവിടെ കാണുന്നു. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം, ജ്ഞാനി എവിടെ, ശാസ്ത്രി എവിടെ, ഈ ലോകത്തിന്റെ താർക്കികൻ എവിടെ? ജ്ഞാനി എവിടെ? അതായത് ഏക സത്യ ദൈവത്തെ ഭയപ്പെടുന്നതാണ് ശരിയായ ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ ആ ജ്ഞാനത്തിൽ ജീവിക്കുവാനായി കഴിയുന്നതാണ് ഒരു ദൈവ പൈതൽ അല്ലെങ്കിൽ ദൈവത്തെ അറിയുന്ന ദൈവ മക്കൾക്ക് അതിന് കഴിയുമോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഈ ലോകത്തിലെ തത്വചിന്തകന്മാർക്കോ ജ്ഞാനികൾക്കോ ബുദ്ധിജീവികൾക്കോ എന്നുള്ളതല്ല. അതായത് യാഥാർത്ഥ്യം എന്താണ്? അതിനാൽ അവരിൽ ജ്ഞാനത്തിന്റെ ആരംഭം പോലുമില്ല. എന്നാൽ ഇവിടെയുള്ള കാര്യം, ദൈവം അവരുടെ എല്ലാ ജ്ഞാനത്തെയും ക്രൂശിൽ എന്ത് ചെയ്തു? പോഷത്വമാക്കി തീർത്തു. മനുഷ്യരെ രക്ഷിക്കാനുള്ള ദൈവത്തിന്റെ ഏക മാർഗമാണ് ക്രൂശിലെ രക്ഷ. ഇത് ഏറ്റവും ജ്ഞാനിയായ മനുഷ്യൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു വഴിയാണ്. കുരിശ് കുരിശ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നു എപ്പിസ്കോപ്പൽ സഭകളും മറ്റ് കാത്തലിക്കൽ സഭകളും ഒക്കെ വിശ്വസിക്കുന്നത് പോലെ പള്ളിയുടെ മണ്ടയ്ക്ക് വെച്ചിരിക്കുന്ന കുരിശിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. കർത്താവിന്റെ കഷ്ടത്തെക്കുറിച്ചും അവൻ നമുക്ക് വേണ്ടി നൽകിയ വലിയ രക്ഷയെക്കുറിച്ചുമാണ് ക്രൂശ് എന്ന വാക്ക് അല്ലെങ്കിൽ ആ ക്രൂശ് എന്ന പദം അവിടെ ചേർത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ആ ക്രൂശാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിച്ച് ചിന്തിക്കരുതേ എന്ന് ഈ വചനത്തിലൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനം, അവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവം അവരുടെ എല്ലാ ജ്ഞാനത്തെയും ക്രൂശിൽ എന്ത് ചെയ്തു? പോഷത്വമാക്കി. മനുഷ്യരെ രക്ഷിക്കുവാനുള്ള ദൈവത്തിന്റെ ഏക മാർഗമായിട്ടാണ് ഈ ക്രൂശിനെ കാണുന്നത്. അതായത് കാൽവരി ക്രൂശിലൂടെ അല്ലാതെ ഈ ലോകത്തിന്റെ ജ്ഞാനത്തിന്റെ മാർഗത്തിലൂടെ ഒരു മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? രക്ഷ പ്രാപിക്കുവാൻ കഴിയുകയില്ല. കൊലോസ്യരുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. കൊലോസ്യരുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. കൊലോസ്യർ 2:8. 8-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, തത്വജ്ഞാനവും പൊള്ളയായ വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കീഴടക്കാതിരിക്കുവാൻ സൂക്ഷിപ്പിൻ. അത് മനുഷ്യരുടെ പാരമ്പര്യ ഉപദേശങ്ങൾക്ക്, ലോകത്തിന്റെ പാപ കാരണമായ വിശ്വാസ സമ്പ്രദായങ്ങൾക്ക് ഒത്തവണ്ണമല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ളതല്ല. ഇപ്പോ ഇവിടെ നമ്മൾ കാണുന്നത്, ഇവിടെ പാരമ്പര്യ സഭകളുണ്ട്, പാരമ്പര്യ ഉപദേശങ്ങളുണ്ട്, അതുപോലെ തന്നെ തത്വജ്ഞാനങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ച ഒരു സിദ്ധാന്തം, തൃത്വം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സംഭാവന എപ്പിസ്കോപ്പൽ, അതായത് കത്തോലിക്ക മുതൽ ബെന്തിക്കോസ് വരെയുള്ള സഭകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഈ തൃത്വം എന്ന് പറയുന്ന ഈ സംഗതി ഒരു തത്വജ്ഞാനമാണ്. അതൊരു പാരമ്പര്യ ഉപദേശമാണ്. അതുപോലെ തന്നെ പാരമ്പര്യപരമായ വിശ്വാസമാണ്. ആ വിശ്വാസം ഇന്നും പിന്തുടരുന്ന ഒരു വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. കാരണം ദൈവം ഏകനാണ് എന്ന് പറയുകയും അതുപോലെ തന്നെ 3 വ്യക്തിത്വങ്ങളാണെന്നും 3 ആളത്വങ്ങളാണെന്നും പഠിപ്പിക്കുകയും ചെയ്യുന്ന സമ്പ്രദായങ്ങൾ, അതായത് പാരമ്പര്യ ഉപദേശങ്ങൾ ഇന്ന് ഏറി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഏക ദൈവത്തിലേക്ക് നമ്മൾ കടന്നു വരണം. ആ ഏക ദൈവത്തിലുള്ള ക്രൂശിലുള്ള വെളിപ്പാട്, അതായത് ഏക ദൈവം മനുഷ്യനായി വന്ന് നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായിട്ട് ക്രൂശിൽ മരിക്കുന്നു എന്നുള്ള വിശ്വാസം നമ്മളിലേക്ക് വരുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസമായി നമ്മുടെ ഇടകളിൽ വ്യാപരിക്കുന്നത്. അതായത് ദൈവത്തിന്റെ ജ്ഞാനത്തിൽ, ലോകജ്ഞാനത്താൽ ദൈവത്തെ അറിയാൻ കഴിയുകയില്ല. പല ആളുകളും എന്ത് ചെയ്യുന്നു? ലോകജ്ഞാനത്തിൽ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? തത്വജ്ഞാനങ്ങളും പൊള്ളയായ വഞ്ചനകൾ കൊണ്ടും എന്താണ്
നിങ്ങളെ തന്നെ കീഴടക്കാതിരിക്കുവാൻ സൂക്ഷിക്കുകയും അത് മനുഷ്യന്റെ പാരമ്പര്യ ഉപദേശങ്ങൾക്കും ലോകത്തിന്റെ പാപകരണമായ വിശ്വാസ സമ്പ്രദായങ്ങൾക്കും ഒത്തവണ്ണമല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ളതല്ല. അപ്പോൾ നമ്മള് തെർത്തുല്യൻ മുതലായ ജസ്റ്റിൻ മാറ്റയർ എന്നൊക്കെ പറയുന്ന പിതാക്കന്മാർ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ അവരെവിടുന്ന് പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിൽ ഉണ്ടായ തത്വചിന്തകൾ, അവരിൽ ഉണ്ടായ വഞ്ചനാപരമായ ചിന്തകൾ, അവരിലൊന്നും ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടായിരുന്നില്ല. അപ്പോസ്തലന്മാർക്ക് ശേഷം കൊടിയ ചിന്നായിക്കൾ വന്ന് കയറുമെന്ന് ദൈവവചനം വളരെ വ്യക്തമായി പൗലോസ് അപ്പോസ്തലനോട് വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ കൊടിയ ചെന്നായ്ക്കൾ വന്ന് നമ്മളെ തെറ്റിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടും ഇന്ന് എനിക്ക് തോന്നുന്നു ഇടം വരുന്ന കത്തോലിക്ക മുതൽ ബെന്തിക്കോസ് വരെയുള്ള സഭകൾ 3 ദൈവങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന തൃത്വത്തിനാണ് അവർ കൂടുതലായും പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് ദൈവജ്ഞാനത്തിന്റെ വെളിപ്പാടും മനുഷ്യജ്ഞാനത്തിന്റെ ബൗദ്ധതയും തമ്മിൽ വൈരുദ്ധ്യത ബൈബിൾ മാത്രമാണ് അനാവരണം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. മാനുഷികമോ ഭക്തി അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവോന്മുഖമായ ജീവിതവും അന്വേഷണമുള്ളവർ കണ്ടെത്തിയ ജ്ഞാനവും കൊണ്ടല്ല, ദൈവം മനുഷ്യന് വെളിപ്പെടുത്തിയ ജ്ഞാനം കൊണ്ടാണ് മനുഷ്യൻ ദൈവത്തെ അറിയേണ്ടത്. അല്ലെ, ലോകത്തിന്റെ ജ്ഞാനം കൊണ്ടല്ല, ലോകത്തിന്റെ തത്വചിന്തകൾ കൊണ്ടല്ല നമ്മൾ ഒരിക്കലും ദൈവത്തെ തിരിച്ചറിയേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ടാണ് ഈ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുമെന്ന് ദൈവം പറയുന്നത്. ആ ജ്ഞാനം ഞാൻ ലജ്ജിപ്പിക്കും, ഈ ലോകത്തിന്റെ ജ്ഞാനം ഞാൻ ലജ്ജിപ്പിക്കുമെന്ന് കർത്താവ് പറയുന്നതിന്റെ പ്രധാനമായ കാര്യം എന്താണ്? ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അതാണ് എഴുതിയിരിക്കുന്നത്. 1 കൊരിന്ത്യർ 1:10 നമ്മൾ വായിക്കുന്നു, ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. 1-ാമത്തെ വാക്യത്തിൽ ഞാൻ എവിടെ, ശാസ്ത്രി എവിടെ, ഈ ലോകത്തിന്റെ താർക്കികൻ എവിടെ, ലോകത്തിന്റെ ജ്ഞാനം ദൈവം പോഷത്വമാക്കിയില്ലയോ എന്ന് അവിടെ കാണുന്നു. അപ്പോ ദൈവത്തെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യണം? ലോകത്തിന്റെ ജ്ഞാനം വെച്ച് അളക്കാൻ നോക്കിക്കഴിഞ്ഞാൽ 3 ആളത്വങ്ങൾ കാണും, 3 വ്യക്തികൾ കാണും. പക്ഷെ ഏക ദൈവത്തിന്റെ ഏക 3 പ്രവർത്തനങ്ങൾ അവർക്ക് കാണാൻ കഴിയുകയില്ല. ഏക ദൈവത്തിന്റെ 3 പ്രവർത്തനങ്ങൾ, പിതാവായി നിന്നുകൊണ്ട്, അതിനുശേഷം പുത്രനായി നിന്നുകൊണ്ട്, ആത്മാവായി നിന്നുകൊണ്ട് അവന്റെ പ്രവർത്തനം, 3 രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവർക്ക് കാണാൻ കഴിയുന്നില്ല. പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്ന് പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുന്നതിന്റെ പ്രധാനമായ കാര്യം എന്താണ്? ഇതൊക്കെ തന്നെയാണ്. കാരണം ദൈവിക ജ്ഞാനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവത്തിന്റെ മനുഷ്യത്വം എന്ന് പറയുന്ന മർമ്മം ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോ അവൻ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെ ആയി എന്ന് വചനം വളരെ വ്യക്തമായി പറയുമ്പോൾ അതിനെ അവഗണിക്കുന്ന ഒരു കൂട്ടം ഈ ആൾക്കാരാണ് ഇന്ന് ലോകത്തുള്ളത്. നമുക്കത് കാണാൻ കഴിയുന്ന ഒരു സത്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ താത്വിക മതമണ്ഡലത്തിൽ, അതായത് ചിരപ്രതിഷ്ഠ നേടിയ ജ്ഞാനമാർഗം കൊണ്ട് അത് സാധ്യമല്ല. അതിന് ദൈവജ്ഞാനം തന്നെ വേണം. ആ ജ്ഞാനം കർത്താവായ യേശു ക്രിസ്തുവാണ്. ക്രിസ്തു എന്ന ദൈവജ്ഞാനത്താൽ ദൈവത്തെ അറിയുമ്പോൾ മനുഷ്യനെ സംബന്ധിക്കുന്ന ദൈവഹിതം മനുഷ്യനറിയാം. അപ്പോ ദൈവത്തെ അറിയണമെങ്കിൽ ഏക വഴി, അതായത് വഴിയും സത്യവും ജീവനുമായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുകയുള്ളൂ. കാരണം അവൻ ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടാണ്. ആ വെളിപ്പാടിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത്. യാത്ര ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തെക്കുറിച്ച് വ്യക്തമായ അറിവ് കിട്ടത്തുള്ളൂ. വ്യക്തികളാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആളത്വമാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല എന്ന് ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ. 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിന്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുകയാണ്, നാം ലോകത്തിന്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അത് ഞങ്ങൾ മാനുഷ്യ ജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല,
ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയന്മാർക്ക് ആത്മീയമായത് തെളിയിക്കുന്നു. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവത്തിന്റെ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് ഭോഷത്വമാകുന്നു. ആത്മീകമായി വിവേചിക്കേണ്ടതാകിയാൽ അതവന് ഗ്രഹിക്കുവാൻ കഴിയുന്നതല്ല. ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. കർത്താവിന്റെ മനസ്സറിഞ്ഞവൻ അവനെ ഗ്രഹിപ്പിക്കാവുന്നവൻ ആർ? നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ. അവിടെ ഒരു വ്യക്തമായിട്ട് ചെയ്തിരിക്കുകയാണ്, ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ. ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകണം. അതെങ്ങനെയാണ്? യേശുക്രിസ്തുവിലെ രക്ഷയിൽ നമ്മൾ വിശ്വസിച്ച് അവന്റെ നാമത്തിൽ സ്നാനപ്പെട്ട അപ്പോസ്തല പ്രവൃത്തി 2:38 ഞങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം സ്വീകരിക്കണമെന്ന് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത് അതേപടി അനുസരിക്കുന്ന ദൈവമക്കൾക്ക് മാത്രമേ ദൈവീകമായ യഥാർത്ഥ ജ്ഞാനം ലഭിക്കുകയുള്ളൂ. കാരണം ദൈവത്തിന്റെ ജ്ഞാനം ക്രിസ്തുവിലാണ് മറഞ്ഞിരിക്കുന്നത്. ആ യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കണം. കാരണം ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടായ ക്രിസ്തുവിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അവനെ കുറിച്ച് അറിയുമ്പോഴാണ് യഥാർത്ഥ ദൈവത്തിന്റെ ആ പാതയിലേക്ക്, അല്ലെങ്കിൽ ദൈവത്തിന്റെ യഥാർത്ഥ വെളിപ്പാടിലേക്ക്, ദൈവം ഏകനാണെന്നുള്ള വെളിപ്പാടിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. ത്രിയേകവും തൃത്വവും അവിടെയില്ല. അവിടെ ഏക ദൈവത്തിന്റെ വെളിപ്പാടുകൾ മാത്രമേ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ എന്താണ്? ഏതൊരു മനുഷ്യനും എന്ത് ചെയ്യുന്നു? ദൈവീക ജ്ഞാനത്തിലേക്ക് മാറുന്നത് എപ്പോഴാണ്? ക്രിസ്തുവിന്റെ മനസ്സുള്ളവനാകുമ്പോൾ എന്ന് അവിടെ കാണുന്നു. അപ്പോ വായിക്കുന്ന എപ്പിക്യൂരും സ്റ്റോയിക്കരും ഉൾപ്പെടെയുള്ള നോസ്റ്റിക് തത്വജ്ഞാനികൾ എന്താണ്? ദൈവജ്ഞാനരഹിതമായ ജ്ഞാനമാർഗത്തെ ദൈവവചനമായ മൂർച്ചയേറിയ ഇരുവായത്തല വാൾ അരിഞ്ഞരിഞ്ഞ് തള്ളുന്നതും വചനാടിസ്ഥാനത്തിൽ ഗ്രഹിക്കേണ്ട കാര്യമാണ്. അതായത് ധന്യനായ പൗലോസ് അപ്പോസ്തലൻ അത് നമുക്ക് ഈ വചനത്തിലൊക്കെ അത് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അതായത് എപ്പിക്യൂരും സ്റ്റോയിക്കരും. അപ്പോൾ അങ്ങനെയുള്ള തത്വജ്ഞാനികൾ എന്ത് ചെയ്യുന്നു? ദൈവജ്ഞാനരഹിതമായ ജ്ഞാനവർഗത്തെ എന്ത് ചെയ്തു? ദൈവജ്ഞാനരഹിതമായ ജ്ഞാനമാർഗത്തെ ദൈവവചനമായ മൂർച്ചയേറിയ ഇരുവായത്തലയാൽ അരിഞ്ഞരിഞ്ഞ് തള്ളുന്നു. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ എന്താ ചെയ്തേക്കുന്നത്? അവരുടെ ജ്ഞാനത്തെ ദൈവവചനമാകുന്ന വാളുകൊണ്ട് അരിഞ്ഞരിഞ്ഞ് കളഞ്ഞു എന്ന് അവിടെ കാണുക. ഇരുവായത്തലയുള്ള വാള് കൊണ്ട്. അതാണ് നശിച്ചു പോകുമെന്നാണ്. ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവം നശിപ്പിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. ആ ജ്ഞാനത്തിന് യാതൊരുവിധ പ്രസക്തിയും ദൈവം കൊടുക്കുന്നില്ല. അതാണ് ഈ തൃത്വമെന്നും ദൈവം ട്രിനിറ്റി ആണെന്ന് പറയുന്ന സഹോദരന്മാർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എഴുതുകയാണ്, വചനാനുസരണം ചെയ്യുന്നത് ധന്യനായ പൗലോസ് ഇങ്ങനെ പ്രവർത്തിപ്പിക്കുന്നത് നമുക്ക് കാണാം. 1 തിമോത്തിയോസിന്റെ പുസ്തകം 6-ാം അധ്യായം 20-ഉം 21-ഉം നമ്മൾ വായിക്കുമ്പോൾ, 1 തിമോത്തിയോസ് 6-ാം അധ്യായം 20-ഉം 21-ഉം. അല്ലയോ തിമോത്തിയോസേ, എന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കത്തുകൊണ്ട് ജ്ഞാനം എന്ന വ്യാജമായി പേർ പറയുന്നതിന്റെ ഭക്തിവിരുദ്ധമായ വാദങ്ങളെയും തർക്കങ്ങളെയും ഒഴിവാക്കുക. ആ ജ്ഞാനം ചിലർ സ്വീകരിച്ച് വിശ്വാസം വിട്ട് തെറ്റിപ്പോയിരിക്കുന്നു. അപ്പൊ എന്താണ്? ജ്ഞാനമെന്ന വ്യാജമായി പേര് പറയുന്ന വൃത്താലാപങ്ങൾ, അല്ലേ? വൃഥാലാപങ്ങളെയും സർക്ക സൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്കുക. ആ ജ്ഞാനം ചിലർ സ്വീകരിച്ച് വിശ്വാസം എന്ത് ചെയ്തു? വിശ്വാസം വിട്ട് തെറ്റിപ്പോയിരിക്കുന്നു. അപ്പൊ എന്താണ്? ഈ ലോകത്തിന്റെ ജ്ഞാനത്തെ പിടിക്കാൻ പോകുന്നവർക്കെല്ലാം സംഭവിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ്. അവരെന്ത് ചെയ്തു? വിശ്വാസം വിട്ടുപോയി എന്ന് അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുകയാണ്. അതായത് യഥാർത്ഥ ജ്ഞാനം ഒരുവനെ എന്ത് ചെയ്യുന്നു? വിശ്വാസം തെറ്റിച്ചു കളയുന്ന ഒന്നല്ല. വിശ്വാസം ഉൽപ്പാദിപ്പിക്കുകയും വിശ്വാസം നിലനിൽക്കുകയും ചെയ്യുന്നതിനാണ് യഥാർത്ഥ ജ്ഞാനം, അല്ലേ? വിശ്വാസം നിലനിൽക്കുന്നതാണ് യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത്. ഒരു യഥാർത്ഥ മനുഷ്യനെ രൂപപ്പെടുത്തുവാൻ
ദൈവജ്ഞാനത്തിനെ സാധിക്കുകയുള്ളൂ. ആ ജ്ഞാനം ദൈവജ്ഞാനം എന്ന് പരിശോധിക്കേണ്ടതാണ്. അതായത് ഒരുവനിൽ ഒരു യഥാർത്ഥ മനുഷ്യനെ ഉൽപ്പാദിപ്പിക്കാൻ ഭക്തിക്ക് സാധിക്കും എന്നുള്ളത് എന്താണ്? ആ ദൈവിക ജ്ഞാനത്തിലാണ്. അതായത് കപടഭക്തിയല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ദൈവിക ജ്ഞാനത്തിന് മാത്രമേ യഥാർത്ഥ ആത്മീയർ, അല്ലേ? നമ്മള് പൗലോസപ്പോസ്തലൻ പറയുന്ന പ്രാകൃത മനുഷ്യനുണ്ട്, ജഡീക മനുഷ്യനുണ്ട്, അതുപോലെ തന്നെ പഴയ മനുഷ്യനുണ്ട്, പുതിയ മനുഷ്യനുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്തെ കൂടി അപ്പോസ്തലൻ വെളിപ്പെടുത്തുന്നു, ആത്മീക മനുഷ്യൻ. അപ്പോ അങ്ങനെ പല കാറ്റഗറികളായി മനുഷ്യനെ തിരിച്ചിരിക്കുന്ന കാഴ്ചയും നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. അതനുസരിച്ചാണ് മനുഷ്യന്റെ വളർച്ച വരുന്നത്. ക്രിസ്തുവാകുന്ന തല, അതാണ് യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത്. ക്രിസ്തുവാകുന്ന തലയോളം വളരുവാൻ കഴിയുന്ന യഥാർത്ഥമായ ഒരു ജ്ഞാനത്തിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുന്ന ഒരു തലം. അപ്പൊ അങ്ങനെ ഒരു തലം നമുക്ക് കാണാൻ കഴിയുന്നു. ആ തലത്തിലേക്ക് നമ്മൾ പൂർണ്ണമായും വളരുമ്പോഴാണ് ഈ പറയുന്ന ഘട്ടങ്ങൾ നമ്മൾ പൂർത്തീകരിക്കണം. പ്രാകൃത മനുഷ്യൻ ദൈവത്തെ വിളിക്കുന്നില്ല, അതുമായി യാതൊരു ബന്ധവുമില്ല. പിന്നീട് വരുന്ന എന്താണ്? പഴയ മനുഷ്യനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്നാനത്തിലൂടെ ഒഴിഞ്ഞു കളഞ്ഞ് കർത്താവായ യേശു ക്രിസ്തു എന്ന പുതിയ മനുഷ്യനെ ധരിക്കുമ്പോൾ ഒരു പുതിയ മനുഷ്യനിലേക്കുള്ള യാത്ര നമ്മളിൽ തുടങ്ങുന്നു. രണ്ട്, പിന്നീട് അങ്ങോട്ട് ചിന്തിക്കുമ്പോൾ ആ പുതിയ മനുഷ്യൻ വളരുകയാണ്. വചനമാകുന്ന മായമില്ലാത്ത പാൽ കുടിച്ചവൻ വളരുന്നു. ആ വളർച്ചയിലൂടെ അവൻ വളർന്ന് ക്രിസ്തുവാകുന്ന തല, ആത്മീയനായി വളർന്ന് വന്ന് ക്രിസ്തുവാകുന്ന തലയോളം വളരുമെന്ന് അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലൻ നിർവചിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പൊ അത് വിശ്വാസത്തിലൂടെ മാത്രമേ നമുക്ക് ആ ജ്ഞാനം സമ്പാദിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ഒരു കാര്യം. ഒരു സമ്പൂർണ്ണ മനുഷ്യനെ, ദൈവത്തിലൊരു സമ്പൂർണ്ണ മനുഷ്യനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഉണ്ടാക്കിയെടുക്കുകയാണ്. ദൈവാത്മാവിൽ ദൈവം തന്നെ അവനെ വളർത്തിയെടുക്കുന്നതാണ്. ദൈവത്തിന് വളരുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴേ ഇത് സാധ്യമാകുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മള് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 111:11 വായിക്കുമ്പോ, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 111:11 നമ്മൾ വായിക്കുമ്പോ, നമ്മൾ വായിക്കുമ്പോ അവിടെ കാണുന്നു, പത്താം വാക്യം, 11 10ാമത്തെ വാക്യത്തിൽ യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. സദൃശ്യവാക്യങ്ങൾ 9:10 നമ്മൾ വായിക്കുമ്പോ, സദൃശ്യവാക്യങ്ങൾ 9:10 രേഖപ്പെടുത്തിയ യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭവും പരിശുദ്ധ ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനവും വിവേകവുമാകുന്നു. അപ്പൊ നമ്മൾ എപ്പോഴും സ്വീകരിക്കേണ്ടത് എന്താണ്? ദൈവത്തിന്റെ ജ്ഞാനം സ്വീകരിക്കണം. ദൈവത്തിന്റെ ജ്ഞാനം സ്വീകരിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? പരിശുദ്ധ ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനവും വിവേകവും നമുക്കുണ്ടാകത്തുള്ളൂ. ഈ പരിജ്ഞാനവും വിവേകവും ലഭിക്കാത്തവരാണ് ഈ തൃത്വവും ത്രിയേകവും 3 ദൈവങ്ങളാണെന്നും 3 വ്യക്തികളാണെന്നും പഠിപ്പിക്കുന്നത്. അപ്പൊ യഥാർത്ഥ ജ്ഞാനം അവർ ലഭിക്കുന്നില്ല. അവരെന്ത് ചെയ്യുന്നു? പ്രത്യേകിച്ചും ഈ സ്റ്റോയിക് വിശ്വാസം, അല്ലെ, എപ്പിക്യൂരിയനും നോസ്റ്റിക് വിശ്വാസവും, ഇത് തലയിൽ കയറിയ ആൾക്കാരാണ് ഈ പറയുന്ന തെർത്തുല്യനും മറ്റ് പിതാക്കന്മാരെന്ന് പറയുന്ന ആൾക്കാരും. അപ്പൊ അവരുടെ ജ്ഞാനം ഇവർക്ക് ലഭിക്കുമ്പോൾ ആ തരത്തിൽ അവർ വളരുകയുള്ളൂ. തൃത്വവും ത്രിയേകതയും ആയിരിക്കും അവർ കൂടുതലായി പഠിപ്പിക്കുന്നു എന്നുള്ള ആ ജ്ഞാനത്തിലാണ് അവർ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ജ്ഞാനത്തിലേക്ക്, ദൈവത്തിന്റെ ജ്ഞാനത്തിലേക്ക് വരുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ദൈവം ഏകനാണെന്നും ആ ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടായി ക്രിസ്തുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അത് മനസ്സിലാക്കേണ്ട ഒരു മർമ്മം തന്നെയാണ്, അല്ലേ? അപ്പൊ ആ ഒരു വിശ്വാസത്തിലേക്ക് നമ്മളെ തന്നെ ഒരുക്കിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യകരമായ ഒരു ഘടകം തന്നെയാണ്.
അതായത് മതങ്ങളെല്ലാം വ്യവസ്ഥ ചെയ്യുന്ന എന്താണ്? ഒരു ഭക്തിമാർഗമാണ്. ഭക്തിയാണ് മോക്ഷപ്രാപണത്തിനുള്ള ഏക ഉപാധി എന്ന് എന്താണ് ജ്ഞാനമാർഗികളെ പോലെ ഭക്തിമാർഗികളും പഠിപ്പിക്കുകയാണ്. ജ്ഞാനം ഭക്തി എന്നിവയിൽ ആദ്യം ഉണ്ടാവേണ്ടത് എന്താണ്? ജ്ഞാനമാകണോ ഭക്തിയാകണോ? ഇതൊക്കെ എന്താണ് മനുഷ്യരുടെ ഇടയിൽ അഭിപ്രായ ഭിന്നത നിലകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതാണ്, അല്ലെ? അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ അവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്, പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് നമുക്ക് ശ്രദ്ധിക്കാം. 1 കൊരിന്ത്യർ 21 അധ്യായം 21 മുതല് നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുകയാണ് 21 വാക്യം. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകജ്ഞാനത്താൽ ദൈവത്തെ അറിയായകൊണ്ട് വിശ്വസിക്കുന്നവരുടെ പ്രസംഗത്തിന്റെ പോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. 22 വാക്യം, യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഇവിടെ പറയുകയാണ്, യഹൂദന്മാർ എന്ത് ചെയ്യുന്നു? ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാരുടെ ഇടർച്ചയാണ്. ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് യഹൂദന്മാർക്ക് എന്താണ്? ഒരു ഇടർച്ച തന്നെയാണ്. കാരണം അത് ദൈവത്തിന്റെ മശിഹയാണ് എന്നുള്ള കാര്യം അവർ വിശ്വസിക്കുന്നില്ല. ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടായ മശിഹയെ അവർ വിശ്വസിക്കുന്നില്ല. അവർ വിശ്വസിക്കുന്നില്ലാത്തിടത്തോളം കാലം അവർക്ക് അതെന്താണ്? ഇടർച്ചയാണ് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് അതിനെക്കുറിച്ച് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്, അല്ലെ? അവിടെ യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തു തന്നെ. എന്താണ് അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം? എന്താണ്? ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തു തന്നെ. ദൈവത്തിന്റെ പോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതും ആകുന്നു എന്ന് അവിടെ കാണുന്നു. അപ്പൊ നമ്മളിവിടെ എല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ദൈവം എന്ത് ചെയ്യുന്നു? ജ്ഞാനികളെ ലജ്ജിപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ജ്ഞാനം സ്വീകരിക്കുന്നവർക്ക് അതെന്താകും? ദൈവശക്തിയായി മാറുന്നു എന്നുള്ളതാണ്. റോമർക്ക് എഴുതിയ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ, റോമർക്ക് എഴുതിയ ലേഖനം 1 അധ്യായം അതിന്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുകയാണ്. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വൃദ്ധരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. അതുപോലെ തന്നെ എഴുതിയിരിക്കുക 23 വാക്യത്തിൽ, അവർ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ സാദൃശ്യങ്ങളാക്കി മാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ്. അവിടെയും നമുക്ക് 3 പേരെ കാണാൻ കഴിയുന്നല്ലേ? ദൈവത്തിന്റെ തേജസ്, ക്ഷയമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പ്രായമുള്ള മനുഷ്യൻ, അതുപോലെ തന്നെ ചെറുപ്പക്കാരനെ മനുഷ്യൻ. പണ്ടൊക്കെ വീടുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരനെ മനുഷ്യനെ ഫോട്ടോയിൽ കാണാം. പിതാവായ ദൈവത്തെ പ്രായമുള്ള മനുഷ്യനായി ചിത്രീകരിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു. പരിശുദ്ധാത്മാവിനെ ഒരു പക്ഷിയായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്ത് ചെയ്യുന്നു? ഈ കത്തോലിക്ക മുതൽ മറ്റ് എപ്പിസ്കോപ്പൽ സഭകൾ എല്ലാം എന്ത് ചെയ്യുന്നു? ചിത്രത്തിലൂടെ കാണുമ്പോൾ ബന്ധുക്കോസുകാർ അത് ആത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുക. ആത്മാവിലാണോ കാണുന്നത് എനിക്കറിയത്തില്ല. ഇങ്ങനെ തൃത്വമായിട്ട് 3 പേരായിട്ട് അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. അവർ ആത്മാവിൽ കാണുന്നു എന്ന് പറയുമ്പോൾ അവർ ഏത് ആത്മാവിനെ കാണുന്നു എനിക്കറിയില്ല. പക്ഷെ അവർ കാണുന്നത് എന്താണ്? ഒരൊറ്റ ദൈവത്തിൽ, അതായത് ഏക ദൈവത്തെ കാണാതെ 3 ദൈവങ്ങൾ അല്ലെങ്കിൽ തൃത്വ ദൈവങ്ങളെ അവർ കാണുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം അവരുടെ അറിവില്ലായ്മയാണ് അത് അവിടെ ഉദാഹരിക്കുന്നത്. കാരണം ഇവരിൽ നിന്ന് പഠിച്ചതാണ്.
അവരിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ അവരെന്ത് ചെയ്യുന്നു, അതുപോലെ തന്നെ ഒരു പ്രവൃത്തിയിലും പറയുമ്പോൾ 3 പേരുണ്ട്, 3 ആൾക്കാർ ചേർന്നാണ്. പഴയ നിയമത്തിൽ യഹോവയായ ദൈവം പറയുന്നു, എന്നിൽ മറ്റൊരുത്തനില്ല, അതൊരു ജ്ഞാനമാണ്, എന്നിൽ മറ്റൊരുത്തനില്ല. ആ ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ ഇറങ്ങി വന്നതാണെന്ന് വിശ്വസിക്കാൻ കഴിയാതെ രണ്ടാമത്തെ വ്യക്തി വന്നു എന്ന് പഠിപ്പിക്കുന്നത് വളരെ തെറ്റായ ഒരു അജ്ഞത അല്ലെങ്കിൽ മൂഢത എന്നാണ് അതിനെ വിളിക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യരുത്, മറന്നു പോകരുത് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം. അപ്പൊ എന്താണ് ഇതിലെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത്, ദൈവം എന്താണ്, രക്തദാഹിയും പ്രതികാര കൊതിയനുമായ ഒരു ഭീകര സത്വമായിട്ട് എന്താണ് ദൈവത്തെ ചിത്രീകരിക്കുകയാണ്. ദൈവം സ്നേഹമാവുന്നു, സ്നേഹനിധിയായ പിതാവാകുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടു യഹോവ ക്രൂരനാണെന്നൊക്കെ പഠിപ്പിക്കുന്ന ചില ആളുകള്. അപ്പൊ അവരൊക്കെ പഠിപ്പിക്കുന്നത് കാണുമ്പോൾ ദൈവത്തെയാണ് അവർ തള്ളിപ്പറയുന്നത്, സ്വന്തം ദൈവത്തെ. യഹോവ വേറെന്തോ ദൈവമാണ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ചില പഠിപ്പീരുകൾ ഇന്ന് ഏറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ മറ്റു ആളുകൾക്ക് വലിയ സന്തോഷമാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ. അപ്പോ അങ്ങനെ ഉള്ള പഠനങ്ങൾ അവസാന നിമിഷമാകുമ്പോൾ ഭക്തി ത്യജിക്കപ്പെടുമെന്നും യഹോവയുടെ ജഡത്തിലുള്ള വെളിപ്പാടായ യേശുക്രിസ്തു, യഹോവ തന്നെയാണ് യേശുക്രിസ്തു എന്ന് വിശ്വസിക്കാൻ കഴിയാതെ ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു ലോകം ഇന്ന് നമ്മുടെ ഇടയില് വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, ദൈവത്തെ എന്നോണം ദൈവജ്ഞാനം എന്ന പോലെ ദൈവഭക്തിയും സാക്ഷാൽ ദൈവം തന്നെ വെളിപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ ദൈവം മനുഷ്യന് വെളിപ്പെടുത്തി കൊടുക്കും. കാരണം ദൈവം വിശ്വസിക്കണം, അവൻ ആളർത്ഥമല്ല, വ്യക്തിത്വമല്ല, അവൻ മനുഷ്യനുമല്ല, മനുഷ്യപുത്രനുമല്ല എന്ന് നമ്മളെ സംഖ്യാപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. ദൈവം മനുഷ്യനുമല്ല, മനുഷ്യപുത്രനുമല്ല. അപ്പോ ദൈവം ജഡത്തിൽ വെളിപ്പെടുകയായിരുന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെയായി എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന കാഴ്ചയും നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അപ്പോ ഈ ദൈവഭക്തിയുടെ വലിയ മർമ്മത്തെ കുറിച്ചാണ് 1 തിമോത്തിയോസ് 3:16 അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ആര്? ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, ഇങ്ങനെ തേജസ്സിലെടുക്കപ്പെട്ടു. ഇങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതിയാവണ്ണം വലിയതാകുന്നു. അപ്പൊ അത് മനസ്സിലാക്കേണ്ട ഒരു മർമ്മമാണ്. ദൈവം ജഡത്തിൽ വന്നതെന്നും മനുഷ്യനായി വെളിപ്പെട്ടു. അല്ലെ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ നീ എങ്ങനെയാണ് പിതാവിനെ കാണിച്ചു തരുന്നത്, അല്ലേ? അപ്പൊ അങ്ങനെ പറഞ്ഞ കർത്താവിനെ അംഗീകരിക്കുവാൻ കഴിയാത്ത ഒരു സമൂഹം നമ്മുടെ ഇടയിൽ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം. വേദശാസ്ത്രപരമായി വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പഠനമാണ് മർമ്മം എന്ന് പറയുന്നത്. തിരുവെഴുത്തായ ബൈബിളിൽ സംബന്ധിച്ച പ്രതിപാദം എന്താണ്, ഒരു ബൃഹത് പഠനമാണ്. ദൈവമർമ്മം, ക്രിസ്തു എന്ന മർമ്മം, സഭ എന്ന ദൈവമർമ്മം, ദൈവരാജ്യത്തിന്റെ മർമ്മം, സുവിശേഷത്തിന്റെ മർമ്മം, ഇങ്ങനെ എല്ലാം നമ്മൾ മർമ്മം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, മഹദ്യാം ബാബിലോൺ അവിടെ നിൽപ്പുണ്ട്. ഇങ്ങനെയെല്ലാം നമ്മൾ നോക്കുമ്പോൾ എല്ലാം ഒരു രഹസ്യമായി ദൈവം ഇതിനെ എല്ലാം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. മനുഷ്യന്റെ ബുദ്ധിക്ക് ഇത് അളക്കാൻ പറ്റുകയില്ലാത്ത ഒന്ന് തന്നെയാണ് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. കാരണം മനുഷ്യന്റെ ബുദ്ധിക്ക് ഇതൊന്നും അളക്കാൻ പറ്റുകയില്ല. അപ്പൊ മനുഷ്യന്റെ ബുദ്ധിക്ക് അല്ലെങ്കിൽ മനുഷ്യന്റെ ജ്ഞാനത്തിന് മനുഷ്യൻ ദൈവത്തിന്റെ ആത്മാവിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തെക്കുറിച്ച് ആഴമായി അവൻ അറിയുവാൻ സാധിക്കുന്നവന്റെ ആത്മാവിലൂടെയാണ്. ആ ആത്മാവിനെ നമുക്ക് സ്വീകരിക്കുവാൻ കഴിയണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ പത്രോസ് പഠിപ്പിച്ച് സ്നാനത്തിലേക്ക് വരണം. അപ്പോസ്തല പ്രവൃത്തി 2:38 സ്നാനത്തിലെ, അതായത് ഞങ്ങൾ എന്ത് ചെയ്യണം, അല്ലെ? കൊത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് ബോധ്യമായി ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് ബുദ്ധി ഉപദേശിച്ചെന്ന ദൈവത്തെ, അല്ലെ? ആ ദൈവം അവർക്ക് ബുദ്ധി ഉപദേശിയെ കുത്തുകൊണ്ടു എന്ന് പറയുമ്പോൾ ദൈവീയ ജ്ഞാനം വെളിപ്പെടുകയാണ്.
ആ ദൈവിക ജ്ഞാനം വെളിപ്പെടുമ്പോൾ പത്രോസിനോട് ചോദിക്കുകയാണ് അവൻ, ഞങ്ങൾ എന്ത് ചെയ്യണം സഹോദരന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യം അവരുടെ മനസ്സിൽ നിന്ന് വരുവാൻ ഇടയാക്കിയത് എന്തുകൊണ്ടാണ്? യഥാർത്ഥമായ ദൈവിക ജ്ഞാനം അവരിൽ വെളിപ്പെട്ടപ്പോഴാണ്. ആ ജ്ഞാനത്തിലേക്ക് അവർ വന്നപ്പോഴാണ് പാപമോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ മനുഷ്യ വെളിപ്പാടിൽ, അതായത് ദൈവം മനുഷ്യനായി നിന്നുള്ള വെളിപ്പാടിൽ വിശ്വസിച്ചുകൊണ്ട് ആ നാമത്തിൽ സ്നാനമേൽക്കുവാൻ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞപ്പോൾ അവരത് കേട്ടു. അതവർക്ക് എന്തായി? നന്മയായി ഭവിച്ചു. അത് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതിനുള്ള സ്നാനം എന്നാണ് അവിടെ പറയുന്നത്. 28:19 പറയുന്നു, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള സ്നാനം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. കാരണം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഒരു നാമമുണ്ട്, ഒരു സ്പെസിഫിക് നാമമുണ്ട്. അല്ലെങ്കിൽ അതിന് സ്പെസിഫിക്, അത് വെറും ഒരു ടൈറ്റിൽ മാത്രമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വെറും ഒരു ടൈറ്റിൽ മാത്രമാണ്. അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അത് 3 പേരായിരുന്നെങ്കിൽ അത് നാമങ്ങളിൽ എന്ന് വന്നതിനുമായിരുന്നു. നാമങ്ങളിൽ എന്ന് പറഞ്ഞ് പറയത്തില്ലാത്തിടത്തോളം കാലം ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഒരു സ്പെസിഫിക് നാമമുണ്ട്. ആ നാമത്തിന്റെ പേരെന്താണ്? യേശു ക്രിസ്തു എന്നാണ്. ആ നാമത്തിൽ വിശ്വസിക്കാതെ ഒരുത്തനും രക്ഷപ്പെടില്ല എന്ന് പത്രോസും യോഹന്നാനോട് വിളിച്ചു പറഞ്ഞപ്പോ, ഇവർ പഠിപ്പില്ലാത്തവരാണ്, അഭ്യസ്തവിദ്യരാണ്, ഇവരെ അംഗീകരിക്കുവാൻ പറ്റത്തില്ലാത്ത ആൾക്കാരെന്ന് പറഞ്ഞു. പക്ഷെ ഇവരിൽ യേശു ക്രിസ്തു ദൈവം ആത്മാവായി ഇരുന്നു കൊണ്ട്, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ, അതായത് യേശു ക്രിസ്തു പരിശുദ്ധാത്മാവായി ഇരുന്നു കൊണ്ട് അവരിൽ ഇരുന്ന് അരുളിയതാണ് അവന്റെ നാമത്തിലുള്ള സ്നാനം. അല്ലേ? അവന്റെ നാമത്തിലാണ് പാപമോചനം, അവന്റെ നാമത്തിൽ സ്നാനം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ഇന്നത്തെ തൃത്വക്കാർ പഠിപ്പിക്കുക 3 പേരുടെ നാമത്തിലാണ്. 3 പേരുടെ നാമം എന്ന് പറയുമ്പോൾ അവിടെ എവിടെയാണ് നാമം? വെറും ഒരു ടൈറ്റുകൾ മാത്രമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. നമ്മളൊരു ബാങ്കിൽ ചെന്നിട്ട്, അല്ലേ, പിതാവിന്റെയും പുത്രന്റെയും ആണെന്ന് പറയുമ്പോ പിതാവിനൊരു പേരുണ്ട്. നമ്മുടെ പിതാവിന്റെ പേരെന്താണെന്ന് ചോദിക്കും. അതും പിതാവില്ലാതെയാണോ? പിതാവിന് പേരില്ലാതെയാണോ? ഒരു നാമമുണ്ട്. പിതാവ് പുത്ര പരിശുദ്ധാത്മാവിനൊരു നാമമുണ്ട്. ആ നാമം, പേരെവിടെ? പേരില്ലാത്തത് എങ്ങനെയാണ് സ്നാനം കഴിപ്പിക്കുന്നത്? അപ്പൊ ആ സ്നാനത്തിലേക്ക് വരണമെങ്കിൽ അതിന് സ്പെസിഫിക് ആയ നാമം വേണം. അവിടെ സ്പെസിഫിക് ആയ നാമം പറഞ്ഞിട്ടുമില്ല. അവിടെ പരിശുദ്ധാത്മാവിനെ ലഭിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ദൈവം മനുഷ്യനായി നിന്നുകൊണ്ട് പറയുകയാണ് അതിനൊരു സ്പെസിഫിക് നാമമുണ്ട്. അത് മനസ്സിലാക്കണം. അവർക്ക് ആ നാമത്തിനെ കുറിച്ച് അറിവ് കിട്ടിയപ്പോൾ ആ നാമത്തിൽ സ്നാനമേൽപ്പീനെന്ന് പത്രോസ് വിളിച്ചു പറഞ്ഞു. വേറൊരുത്തരും രക്ഷയില്ല. വിളിച്ചു പറയുവാൻ അവർക്ക് കഴിഞ്ഞു. അല്ലെ? രക്ഷപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിരിക്കുന്ന വേറൊരു നാമവുമില്ല. അല്ലേ? 3 നാമങ്ങളാണോ തന്നത്? 3 നാമങ്ങൾ അവിടെ പറയുന്നില്ല. അവിടെ വെറും ടൈറ്റിലുകൾ മാത്രമേ ഉള്ളൂ. പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് വെറും ടൈറ്റിലുകൾ മാത്രം. അവിടെ പേര് പറയുന്നില്ല. പേര് പറയാത്തതൊന്നും എന്താണ്? നമ്മൾ അതിന്റെ പുറകെ പോയിട്ട് കാര്യമില്ല. അതിന് പേരുണ്ട്. അല്ലേ? പിതാവിന്റെ പേരാണ് എന്താണെന്ന് യേശുക്രിസ്തു വെളിപ്പെടുത്തി. പുത്രന്റെ പേര് യേശുക്രിസ്തുവാണെന്ന് പറഞ്ഞു. 3ാമത് പരിശുദ്ധാത്മാവിന്റെ പേരും അത് തന്നെയാണ്. എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ്. അങ്ങനെ എല്ലാം ചിന്തിച്ചു നോക്കുമ്പോൾ ഒരു സർവനാമം അവിടെ ഉണ്ടാകുന്നെങ്കിലും ഒരേ ഒരു ദൈവമേ നമുക്കുള്ളൂ. ആ ദൈവത്തിന്റെ പേരാണ് യേശുക്രിസ്തു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, ഈ സമയത്തിനായി സ്തുതിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കണം, എല്ലാവരെയും സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ എല്ലാവരോടും കൂടെയിരിക്കണം. അഡ്മിന്മാരെ എല്ലാം അനുഗ്രഹിക്കണം. കർത്താവിന്റെ കൃപ എല്ലാവരോടും കൂടെയിരിക്കണം. പ്രാർത്ഥന സ്വർഗം ശ്രദ്ധ വെച്ച് കേട്ട സ്തോത്രം മാനി മോറ്റോപ്പിച്ചെടുക്കണം. എല്ലാം യേശു ക്രിസ്തുവിന്റെ തന്നെ ആമീൻ ആമീൻ.